Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing third year MBBS in AIIMS Nagpur. Today we'll be starting the chapter Human Reproduction. Class 12 chapter 2 on Human Reproduction and നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും MBBSന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാണുന്ന ആദ്യം ജസ്റ്റ് സമ്മറൈസ് ചെയ്യാണ്. എന്തൊക്കെ കാണാം? നമ്മൾ ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും. നമ്മൾ ആദ്യം ചാപ്റ്റർ വിൽ ബിഗിൻ വിത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അത് കഴിഞ്ഞ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് നമ്മൾ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും വിത്ത് ഗാമറ്റോജെനസിസ്. അത് കഴിഞ്ഞ് മെൻസ്ട്രുവൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കും. ആൻഡ് ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ ആൻഡ് ഫൈനലി പ്രഗ്നൻസിയും എംബ്രിയോണിക് ഡെവലപ്മെന്റും പഠിച്ച് ജസ്റ്റ് പാർച്ചുറേഷനും ലാക്ടേഷനും ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ചാപ്റ്റർ എൻഡ് ചെയ്യും. ഈ ചാപ്റ്ററിൽ പെർ ഇയർ ഒരു 4 to 5 അല്ലെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ചാപ്റ്റർ പറയാൻ തന്നെ അറിയാം നല്ല ഇമ്പോർട്ടന്റും ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം ഹ്യൂമൻസ് എങ്ങനെയാ. ക്ലാസ് 11th നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഏത് ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആൻഡ് അഡ്വാൻസ്മെന്റിൽ എന്തൊക്കെ നടക്കും. വൺ ക്ലാസിഫിക്കേഷൻ ടു അനദർ. നമ്മൾ ഓരോ ലെവലും അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് വരും. അങ്ങനെ നമ്മൾ ഫൈനലി പഠിച്ചത് എന്താ? ഹ്യൂമൻസ് ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ്. നമുക്കറിയാം സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്. ആൻഡ് ദേ ആർ വിവിപാരസ്. വിവിപാരസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ദേ ഗിവ് ബർത്ത് ടു യങ് വൺസ്, അല്ലാണ്ട് ദേ ഡു നോട്ട് ലേ എഗ്സ്. ആൻഡ് ഈ റീപ്രൊഡക്റ്റീവ് ഈവൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഹ്യൂമൻസിലെ റീപ്രൊഡക്റ്റീവ് ഈവൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണും? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഫോർമേഷൻ ഓഫ് ഗാമെറ്റ്സ് അഥവാ ഗാമറ്റോജെനസിസ്. സെൽ സൈക്കിൾ, സെൽ ഡിവിഷനിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കറിയാം മിയോസിസ് ആണ് നടക്കുന്നത്. ഗാമറ്റോജെനസിസ് ടു കൺസേർവ് അല്ലെങ്കിൽ പ്രിസർവ് വാട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് ഹെൻസ് ആ സ്പീഷീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സഹായിക്കും. അപ്പൊ ആ പ്രോസസ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എങ്ങനെ? ഗാമറ്റോജെനസിസ് പഠിക്കും. ആൻഡ് നമുക്കറിയാം മെയിലിലെ ഗാമിറ്റ്സ് എന്താണ്? സ്പേംസ് ആണ് മെയിലിലെ ഗാമിറ്റ്സ്. ആൻഡ് ഫീമെയിൽ എന്താ? ഓവം ആണ്, നമുക്കറിയാം ഓൾറെഡി. ആൻഡ് ആദ്യം ഗാമിറ്റ്സ് ഉണ്ടാക്കി ഇനി ഈ ഗാമിറ്റ്സിന് അല്ലെങ്കിൽ സ്പേമിൻ മെയിലായാലും ഫീമെയിൽ ഓവം ആയാലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങോട്ടേക്ക്? ഗാമറ്റോജെനസിസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം ഫെർട്ടിലൈസേഷന് മുമ്പ് നമുക്കറിയാം ഈ മെയിൽസിലെ സ്പേമും ഫീമെയിൽസിലെ ഓവമും മീറ്റ് ചെയ്യണം എവിടെയെങ്കിലും വെച്ച്. നമുക്ക് വേറൊരു കാര്യം അറിയാം, ഓവം നോൺ മോട്ടൈൽ ആണ്, പക്ഷെ സ്പേം മോട്ടൈൽ ആണ് വിത്ത് ഹെൽപ്പ് ഓഫ് ദർ ടെയിൽ. അപ്പോൾ ഈ ട്രാൻസ്ഫർ എങ്ങനെ? ഈ സ്പേമിനെ മെയിലിന്റെ ബോഡിയിൽ നിന്ന് ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് ഫൈനലി എത്തിക്കുന്ന പ്രോസസ്സിന് നമ്മൾ ഇൻസെമിനേഷൻ വിളിച്ചു. എങ്ങനെ? ഗാമറ്റോജെനസിസ് കഴിഞ്ഞ് നമ്മൾ സ്പേമിനെ മെയിൽ ബോഡിയിൽ നിന്ന് ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഇൻസെമിനേഷൻ വിളിച്ചു. ആൻഡ് ഫൈനലി എന്താ ചെയ്യുക? ഈ ഒരുമിച്ച് വന്ന മെയിലും ഫീമെയിൽ ഗാമിറ്റ്സും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോർമേഷൻ നടക്കും. അപ്പൊ ആ ഫ്യൂഷനെ നമ്മൾ എന്ത് വിളിച്ചു? ഫ്യൂഷനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു. അപ്പൊ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടു ഹ്യൂമൻസ് സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ആണ്, വിവിപാരസ് ആണ്. ആൻഡ് ദ പ്രോസസ് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ഗാമറ്റോജെനസിസ്. അത് കഴിഞ്ഞ് സ്പേമിനെ മെയിൽ ബോഡിയിൽ നിന്ന് ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്കുള്ള ട്രാൻസ്ഫറിനെ നമ്മൾ ഇൻസെമിനേഷൻ എന്ന് വിളിച്ചു. ആൻഡ് ഈ ഇൻസെമിനേഷൻ കഴിഞ്ഞാൽ അവരുടെ ഫ്യൂഷൻ ഫൈനലി രണ്ട് ഗാമിറ്റ്സിനെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോർമേഷൻ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം എങ്ങനെ സൈഗോട്ട് കോൺസ്റ്റന്റ്ലി മൾട്ടിപ്ലൈ ചെയ്ത് സെൽസ് ഡിവൈഡ് ചെയ്ത് ഫൈനലി എന്തുണ്ടാവും? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ ഓരോ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്ററിന്റെ ഉള്ളിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ദ ഹോൾ പ്രോസസ്സിനെ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടി ജസ്റ്റ് പറയാണ്. എങ്ങനെ? ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് അടുത്തത് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഡെവലപ്മെന്റ് ആണ്. ആൻഡ് ഫൈനലി ഈ ബ്ലാസ്റ്റോസിസ്റ്റ് നമുക്കറിയാം യൂട്രൈൻ വാളില്, മദറിന്റെ യൂട്രൈൻ വാളില് അറ്റാച്ച് ചെയ്യും. ഈ അറ്റാച്ചിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ വിളിച്ചു. ആൻഡ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക? ന്യൂട്രീഷനും ബാക്കിയുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ ഒരുമിച്ചെടുത്ത് പ്ലാസന്റ ഗ്രോ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഈ സൈഗോട്ട് പതുക്കെ എംബ്രിയോ ആവും. എംബ്രിയോ അതിന്റെ ഡെവലപ്മെന്റ്
അതായത് എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കും. ആൻഡ് ഈ ഇംപ്ലാന്റേഷൻ തൊട്ട് തുടങ്ങുന്ന ഈ എംബ്രിയോന്റെ ഡെവലപ്മെന്റിനെ നമ്മൾ ജെസ്റ്റേഷൻ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫീമെയിൽ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മൾ ജെസ്റ്റേഷൻ പീരീഡ് എന്നാണ് ആ 9 monthsനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ 270 days നമ്മൾ ജെസ്റ്റേഷൻ പീരീഡ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇനി കാണാൻ പോകുന്നത് എംബ്രിയോണിക് ഡെവലപ്മെന്റ്, ഇറ്റ് ഇസ് നോൺ ആസ് ജെസ്റ്റേഷൻ. ആൻഡ് ഫൈനലി നമ്മുടെ എംബ്രിയോ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയി, നമ്മുടെ ഫീറ്റസ് വെൽ ഡെവലപ്ഡ് ആയി. ആൻഡ് അതിന്റെ ഡെലിവറിനെ നമ്മൾ എന്ത് വിളിച്ചു? ബയോളജിക്കൽ ടേംസിൽ പാർച്ചുറേഷൻ എന്ന് വിളിച്ചു. അപ്പോ ഗാമറ്റോജനസിസ് നടന്ന്, ഇൻസെമിനേഷൻ നടന്ന്, ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഡെവലപ്മെന്റ്, ഇംപ്ലാന്റേഷൻ, അത് കഴിഞ്ഞ് ജെസ്റ്റേഷൻ, ഫൈനലി പാർച്ചുറേഷൻ. ഇത്രയാണ് ഒരു വേഗ് രീതിയിൽ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇനി നമ്മൾ പ്യൂബർട്ടി തൊട്ട് ഏതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കും. നമുക്കറിയാം സ്പേം ഫോർമേഷനും ഓവം ഫോർമേഷനും തന്നെ മെയിൽസിലും ഫീമെയിൽസിലും റിമാർക്കബിൾ ഡിഫറൻസസ് ഉണ്ട്. എങ്ങനെ? നമുക്കറിയാം ഓൾഡ് മെന്നില് ഏജ് ഒരു ബാരിയർ അല്ല, ഏത് ഏജിലും ഓൾഡ് മെന്നിൽ പോലും സ്പേം ഫോം ചെയ്യുന്നതാണ്. പക്ഷെ വിമനിൽ എങ്ങനെയാണ്? അറ്റ് ദി ഏജ് ഓഫ് അറൌണ്ട് 50 years ആകുമ്പോൾ അവർക്ക് മെനോപോസ് നടക്കും. ആൻഡ് ഈ ഫോർമേഷൻ ഓഫ് ഓവം കംപ്ലീറ്റ്ലി സീസ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതൊരു മേജർ ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ മെയിൻ പോയിന്റിലേക്ക്, ഏത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ അറിഞ്ഞിരിക്കേണ്ടത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സെക്സ് ഓർഗൻസ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ സെക്സ് ഓർഗൻസിന് നമ്മൾ രണ്ടായിട്ട് പഠിക്കും, പ്രൈമറി സെക്സ് ഓർഗൻസും സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഈ പ്രൈമറി സെക്സ് ഓർഗൻസിന്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം പ്രൈമറി സെക്സ് ഓർഗൻ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? ഗാമിറ്റ്സ് ഉണ്ടാക്കുക. ആൻഡ് ഈ ഗാമിറ്റ്സ് ഉണ്ടാക്കുക മാത്രമല്ല, ഈ ബാക്കിയുള്ള ആക്സസറി ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്സ് ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുക. അതിന്റെ ഫങ്ഷൻസ് എഴുതാണെങ്കിൽ എന്ത് എഴുതാം? ഗാമിറ്റോജെനസിസ്, സിന്തസിസ് ഓഫ് സെക്സ് ഹോർമോൺസ്. ആൻഡ് ഇതൊക്കെ ചെയ്യുന്നതാണ് പ്രൈമറി സെക്സ് ഓർഗൻ. മെയിൽ വിളിക്കുന്നത് നമ്മുടെ ടെസ്റ്റിസ്. ആൻഡ് സെക്കൻഡറി സെക്സ് ഓർഗന്റെ ഫംഗ്ഷൻ എന്താ? നമുക്കറിയാം ഓൾറെഡി ഗാമിറ്റ്സ് ഉണ്ടായി ആൻഡ് അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന സെക്സ് ഹോർമോൺസ് ഉണ്ടായി. ഇനി വേണ്ടത് നമ്മുടെ മെയിൽ ബോഡിയിൽ നിന്ന്, അത് മെയിൽ ഉണ്ടായി വന്ന ടെസ്റ്റിസിൽ നിന്ന്, ആ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ഫൈനലി എക്സ്റ്റേണൽ ജെനൈറ്റലി വരെ പോകണം. എന്നിട്ട് അതിന്റെ ഇജാക്കുലേഷൻ നടക്കണം. എങ്ങോട്ട്? ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക്. അപ്പോ ആ ഹോൾ കണ്ടക്ഷനും ഫൈനലി കോപ്പുലേഷനും നടക്കണം. കോപ്പുലേഷൻ പറഞ്ഞാല് ദ ആക്ട് ഓഫ് സെക്സ്, കണ്ടക്ഷൻ, കോപ്പുലേഷൻ. ഫൈനലി ഇത്രയും നടക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇവിടെ ടെസ്റ്റിസ് ആയിരുന്നെങ്കിൽ ഇവിടെ സെക്കൻഡറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കുന്നത് 3 സാധനങ്ങളുണ്ട്. ആദ്യത്തത് ആക്സസറി ഡക്ട്സ്, ആൻഡ് രണ്ടാമത് ഗ്ലാൻസ്, ആൻഡ് ഫൈനലി എക്സ്റ്റേണൽ ജെനൈറ്റേലിയ. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രൈമറിയും സെക്കൻഡറി സെക്സ് ഓർഗൻസും അതിന്റെ ഫങ്ഷൻസും അത് ആരാണ് നിർവഹിക്കുന്നതെന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ NCERT വരികയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്കറിയാം ഏത് റീജിയനാണ് ലൊക്കേറ്റഡ്? പെൽവിസ് റീജിയൻ ആണ് ലൊക്കേറ്റഡ്. ആൻഡ് ഈ പെൽവിസ് റീജിയനിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വിളിക്കുന്നത് എന്താ? പ്രൈമറി സെക്സ് ഓർഗൻ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അതിൽ പ്രൈമറിയിൽ എന്ത് വരും? എ പെയർ ഓഫ് ടെസ്റ്റിസും അലോങ് വിത്ത് ബാക്കി സെക്കൻഡറിയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ആക്സസറി ഡക്ട്സും ഗ്ലാൻസും എക്സ്റ്റേണൽ ജെനൈറ്റേലിയും കണ്ടു. ആൻഡ് ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എന്ത് കാണുന്നുണ്ട്? നമുക്ക് ഇവിടെ ടെസ്റ്റിസ് കാണാം. ആൻഡ് ഈ ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു പൗച്ച് അല്ലെങ്കിൽ ബാഗിലാണ്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് എങ്ങനെ? ബോഡിയിൽ നിന്ന് എക്സ്റ്റേണലി ലൊക്കേറ്റഡ് ആണ്, അല്ലാണ്ട് ഇന്റേർണലി അല്ല. അപ്പൊ ആ ബാഗിന് നമ്മൾ സ്ക്രോട്ടം എന്ന് വിളിച്ചു. ആൻഡ് നമ്മൾ അടുത്ത എന്താ കാണുന്നത്? ഇനി ഈ ടെസ്റ്റിസിൽ നിന്ന് സ്പേം, ഇവിടെയാണ് സ്പേം ഉണ്ടായി വരിക. ഇനി ഈ സ്പേം എങ്ങോട്ട് പോകും? ഈ ടെസ്റ്റിസിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്, കണക്ട് ചെയ്യുന്ന ചാനൽസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? റീറ്റേ ടെസ്റ്റിസ് എന്ന് വിളിച്ചു. ആ റീറ്റേ ടെസ്റ്റിസിൽ നിന്ന് അത് പതുക്കെ എപ്പിഡിഡൈമസിലേക്ക് പോകും.
എപ്പിഡിഡൈമിസിൽ നിന്ന് നെക്സ്റ്റ് എങ്ങോട്ട് പോകും? ഈ ഇവിടെ റീറ്റേ ടെസ്റ്റിസ് ഉണ്ട്, ഇവിടെ എപ്പിഡിഡൈമിസ് ഉണ്ട്, ആൻഡ് ഫൈനലി ഈ സ്പേം എങ്ങനെയാ പോവാ? വാസ് ഡെഫറൻസ് വഴി ഈ ഹോൾ ട്യൂബിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് വിളിക്കുക. ആ ഹോൾ ട്യൂബ് വഴി ഇവിടം വരെ എത്തും. ആൻഡ് ഫൈനലി ഇതെന്താണ്? സെമൈനൽ വെസിക്കിൾ. സെമൈനൽ വെസിക്കിൾ ഉണ്ട് ഇവിടെ. ആൻഡ് നമ്മൾ പതുക്കെ ഇത് പ്രോസ്റ്റേറ്റിൽ എൻ്റർ ചെയ്യാണ്. ഈ ഓർഗനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് പ്രോസ്റ്റേറ്റിൽ എൻ്റർ ചെയ്യും. ആൻഡ് എൻ്റർ ചെയ്യുന്നത് എന്തായിട്ടാണ്? സെമൈനൽ വെസിക്കിൾസിന്റെ ഡക്റ്റും കൂടി ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്റഡ് ഡക്റ്റ് ആവും. ആൻഡ് ഇജാക്കുലേറ്റഡ് ഡക്റ്റ് എങ്ങോട്ട് വരും? പ്രോസ്റ്റേറ്റ് കൂടി വന്ന് ഫൈനലി പീനിസിൽ നിന്ന് പോയി പിനൈൽ യുറിത്ര വഴി പോയി ഫൈനലി ഇവിടുന്ന് ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് ഡെലിവേർഡ് ആവും. അപ്പൊ ഇതാണ് ആ ഹോൾ പാത്വേ. ആൻഡ് ഈ പാത്വേ അറിഞ്ഞിരുന്നാൽ തന്നെ ഓൾമോസ്റ്റ് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡയഗ്രാം നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം അത്രയും ഈസിയർ ആവും. അപ്പൊ നമ്മൾ ഏത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? നമുക്കറിയാം, ആദ്യം പെൽവിസ് വരയ്ക്കാം. പെൽവിസിന്റെ ഔട്ടർ ഈ ഔട്ടർ സെക്ഷൻ ഓഫ് പെൽവിസ് ജസ്റ്റ് വരച്ചു വെക്കാം. ആൻഡ് നമുക്കറിയാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ക്രോട്ടം എന്ന് പറഞ്ഞ ബാഗ് ഉണ്ട്, അതിൽ ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസിൽ നിന്ന് കുറച്ച് ചാനൽസ് ഉണ്ട് കോൾഡ് റീറ്റേ ടെസ്റ്റിസ്. അതിൽ നിന്ന് എപ്പിഡിഡൈമസിലേക്ക് പോകും. ആൻഡ് ഈ എപ്പിഡിഡൈമസിൽ നിന്ന് എങ്ങോട്ട് പോകും? നെക്സ്റ്റ് വാസ് ഡിഫറൻസ് വഴി പോയി സെമൈനൽ വെസിക്കിളിന്റെ ഡക്റ്റിനെയും കൂടി ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്റഡ് ഡക്ട് ഫോം ചെയ്ത് പ്രോസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടി വന്ന് ഇതെന്താണ്? ദ ഹോൾ തിങ് ഇത് യൂറിനറി ബ്ലാഡറാണ്. യൂറിനറി ബ്ലാഡറിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? യൂറിത്ര. ആൻഡ് ഈ യൂറിത്ര മെയിൽസിൽ കുറച്ചും കൂടി ലോങ്ങർ ആണ്. അതേതാ? അതിന് കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട്. പ്രോസ്റ്റാറ്റിക് യൂറിത്ര, പിനൈൽ യൂറിത്ര, അങ്ങനെ ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. ആ പാർട്സ് ഒക്കെ നമ്മൾ കുറച്ച് അഡ്വാൻസ് ചെയ്യുമ്പോൾ കാണും. ആൻഡ് ഈ യൂറിത്ര വഴി ഫൈനലി വന്ന് പീനിസിൽ എൻ്റർ ചെയ്ത് ഗ്ലാൻസ് പീനിസിൽ കൂടെ വന്ന് ഫൈനലി പുറത്തേക്ക് ഇജാക്കുലേറ്റഡ് ആവും. ഇത്രയും ആദ്യം പഠിച്ചു നോക്കാം. ആൻഡ് നമുക്ക് ബാക്കിയുള്ള സ്ട്രക്ചർ ബാക്കിൽ വരക്കാൻ ഈസിയാണ്. ഇതിന്റെ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ തൊട്ട് ബാക്കിൽ റെക്ടം വരക്കാം. ആൻഡ് റെക്ടത്തിന്റെ ഓപ്പണിംഗ് ഏനസ് വരക്കാം. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഈ പ്രോസ്റ്റേറ്റിന്റെ താഴെ എന്തുണ്ട്? ഒരു ചെറിയ ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്ന് വിളിച്ചു. അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ കാണും. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കാനും അല്ലെങ്കിൽ മനസ്സിൽ എങ്ങനെയാന്ന് മെമ്മറൈസ് ചെയ്യാനും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കാം. ഇനി നമുക്കറിയാം ടെസ്റ്റിസ് എവിടെയാണ് ലൊക്കേറ്റഡ്? ഓക്കെ, ടെസ്റ്റിസ് സിറ്റുവേറ്റഡ് എവിടെയാണ്? ഔട്ട്സൈഡ് ദി ആബ്ഡമിനൽ ക്യാവിറ്റി. ആബ്ഡമിനൽ ക്യാവിറ്റിന്റെ പുറത്ത് ഒരു പൗച്ചില്, നമ്മൾ ഓൾറെഡി ഡയഗ്രാം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ആ പൗച്ചിന്റെ പേരെന്താണ്? സ്ക്രോട്ടം. ഇനി ഇത് എന്തുകൊണ്ടാണ് ഔട്ട്സൈഡ് ദി ആബ്ഡമിനൽ ക്യാവിറ്റി ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്കറിയാം ടെസ്റ്റിസിന്റെ ഉള്ളില് നമ്മുടെ സ്പെർമറ്റോജെനസിസ് നടക്കുന്നുണ്ട് ഓൾറെഡി. അതായത് മെയിൽ ഗാമിറ്റ്സിന്റെ സിന്തസിസ്. ഈ മെയിൽ ഗാമിറ്റ്സ് ഉണ്ടായി വരണമെങ്കിൽ അവർക്ക് ബോഡി ടെമ്പറേച്ചർ ഇസ് ടു ഹൈ ഫോർ ദം. അപ്പൊ അവർക്ക് ലോവർ ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലോവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആബ്ഡമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് ഒരു പൗച്ചിൽ ടെസ്റ്റിസിനെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ആയിരിക്കും ഇന്റേണൽ ബോഡി ടെമ്പറേച്ചറിനെ കാട്ടി. അതുകൊണ്ട് സ്പെർമറ്റോജെനസിസ് ഈസിലി നടക്കും. ആൻഡ് ടെസ്റ്റിസിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ, ടെസ്റ്റിസിന്റെ മോർഫോളജി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഉള്ള സ്ട്രക്ചർ എങ്ങനെയാന്ന് പറയുകയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും അറിഞ്ഞിരിക്കാം. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ സൈസ് എങ്ങനെയാണ്? ലെങ്ത്, ടെസ്റ്റിസിന്റെ ലെങ്ത് 4 to 5 സെന്റിമീറ്റർ, വിഡ്ത്ത് 2 to 3 സെന്റിമീറ്റർ. 4 to 5 സെന്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്ത് 2 to 3 സെന്റിമീറ്ററും. ഇനി നമുക്ക് അടുത്ത എന്താ അറിയാവുന്നത്? ഇതൊരു പെയർഡ് സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം. കാരണം ഒരു പെയറാണ് എങ്ങനെ ബോഡിയിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇത് ഔട്ട്സൈഡ് ദി ആബ്ഡമിനൽ ക്യാവിറ്റിയിലാണ്, സ്ക്രോട്ടത്തിലാണ്. ആൻഡ് ഇറ്റ് ഇസ് എക്സ്ട്രാ ആബ്ഡമിനൽ. ഇനി ഈ പോയിന്റ് വെച്ച് ചിലപ്പോൾ ചോദിക്കും അവര് ഇൻട്രാ ആബ്ഡമിനൽ ടെസ്റ്റിസ് ഉള്ള ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ അറിയാവോന്ന്. അപ്പൊ അതിന്റെ എക്സെപ്ഷൻ എന്താ? ഹ്യൂമൻസ് അല്ല, എനി ഓർഗാനിസം വിത്ത് ഇൻട്രാ ആബ്ഡമിനൽ ടെസ്റ്റിസ് എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? അതിന്റെ ആൻസർ എലിഫന്റ്സ്, അക്വാട്ടിക് മാമൽസ്, വെയിൽ, സീൽ. ഇത്രയും സാധനങ്ങൾ എന്താണ്? ഇവർക്ക് ഇൻട്രാ ആബ്ഡമിനൽ ടെസ്റ്റിസ് ആണ്. അതൊരു എക്സെപ്ഷൻ ആയി. ഇനി
ഇനി ദ ഹോൾ പാത്വേ പറയാനാണെങ്കിൽ ആബ്ഡമന്റെ ഉള്ളിന്റെ സ്ട്രക്ചർ നോക്കിയാല് ആബ്ഡമെന്ന് ഒരു കനാല് വരുന്നുണ്ട്. ഈ കനാലിന് നമ്മൾ ഇൻഗ്വൈനൽ കനാൽ, ഇത്രയും ഡീറ്റെയിൽ ആവശ്യമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഫങ്ഷണൽ രീതിയിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറയാണ്. ഇൻഗ്വൈനൽ കനാൽ വരുന്നുണ്ട്. ആൻഡ് ഈ ആബ്ഡമെന്ന് വരുന്ന ഇൻഗ്വൈനൽ കനാലിലെ കൂടി നമ്മുടെ സ്പെർമറ്റിക് കോഡ് വരുന്നുണ്ട്. ഈ ഇൻഗ്വൈനൽ കനാലിന്റെ സ്ട്രക്ചർ എന്താണ്? കണ്ടന്റ് എന്താണ്? സ്പെർമാറ്റിക് കോഡ്. ഈ സ്പെർമറ്റിക് കോഡ് വരും. ആൻഡ് സ്പെർമറ്റിക് കോഡ് നമുക്കറിയാം എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? ഇങ്ങനൊരു സ്ക്രോട്ടം ഉണ്ട്. ആൻഡ് ആ സ്ക്രോട്ടത്തിനുള്ള എന്തുണ്ട്? നമ്മുടെ ടെസ്റ്റിസ്, മെയിൻ സാധനം ടെസ്റ്റിസ് ഉണ്ട്. ആൻഡ് ഈ സ്ക്രോട്ടത്തിന്റെ ലേസ് പറയാനുണ്ടെങ്കിൽ സ്ക്രോട്ടത്തിൽ പുറത്ത് സ്കിന്ന്, കുറച്ച് ഫേഷ്യം, സ്കിന്നിന്റെ തൊട്ടുള്ളിൽ കുറച്ച് മസിൽസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? സ്കിന്നിന്റെ ഉള്ളിലെ മസിലിന് ഡാർട്ടോസ് മസിൽ എന്ന് വിളിച്ചു. ആൻഡ് ഈ ടെസ്റ്റിസ് അറ്റാച്ച് ടു സ്ക്രോട്ടം ഒരു സ്ട്രക്ചർ വെച്ച്, ആ സ്ട്രക്ചറിനെ നമ്മൾ ഗ്യൂബർനാക്യുലം എന്ന് വിളിച്ചു. ആൻഡ് ഫൈനലി നമ്മുടെ ടെസ്റ്റിസ് നടക്കുന്നുണ്ട്. ആബ്ഡമെന്ന് ഇൻഗ്വൈനൽ കനാലിൽ കൂടി എന്ത് വരും? സ്പെർമറ്റിക് കോഡ് വന്ന് ഫൈനലി അവർ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ടെസ്റ്റിസില്. ആൻഡ് ഈ ടെസ്റ്റിസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്ക്രോട്ടം. ഈ സ്ക്രോട്ടത്തിന്റെ ലെയർ പറയുന്നത് സ്കിന്നിന്റെ ജസ്റ്റ് ഉള്ളിൽ അവർക്ക് ഒരു ടാർട്ടോസ് മസിൽ ഉണ്ട്. ആൻഡ് അതിന്റെ ഉള്ളിൽ കുറച്ച് ഫേഷ്യയും ഫൈനലി ടെസ്റ്റിസും ഉണ്ട്. ആൻഡ് ഈ ടെസ്റ്റിസ് ഇസ് അറ്റാച്ച് ടു ദി ബേസ് ഓഫ് സ്ക്രോട്ടം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്യൂബർനാക്യുലം. ആൻഡ് നമുക്കറിയാം ഫീറ്റസ് ഒരു എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത്, എംബ്രിയോണിക് ഡെവലപ്മെന്റ് സമയത്ത് ടെസ്റ്റിസ് ആദ്യം എവിടെയായിരിക്കും? ഇൻട്രാ ആബ്ഡമിനൽ ആയിരിക്കും. പക്ഷെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അറ്റ് സർട്ടൻ ജെസ്റ്റേഷണൽ പീരീഡ് ആവുമ്പോ, ജെസ്റ്റേഷണൽ വീക്സ് ആവുമ്പോ എന്ത് പറ്റും? ഈ ടെസ്റ്റിസിന് ഡിസെൻഡിങ് നടക്കും. ആൻഡ് ഫൈനലി ഡിസെൻഡ് ചെയ്ത് ആബ്ഡമെന്ന് സ്ക്രോട്ടത്തിലേക്ക് വരും. ആ ഡിസെൻഡ് ചെയ്യുന്ന പാത്വയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ത്രൂ ദി ഇൻഗ്വൈനൽ കനാൽ ഫൈനലി ടു ദി സ്ക്രോട്ടം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ക്രിപ്റ്റോർക്കിഡിസം. എന്താന്ന് ചോദിച്ചാല് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. എന്താണിത്? ഫെയിലിയർ ഓഫ് ടെസ്റ്റിസ് ടു ഡിസെൻഡ് ഫ്രം ആബ്ഡമൻ ടു സ്ക്രോട്ടം. പല കാരണങ്ങൾ കൊണ്ട് ടെസ്റ്റിസിന് ഡിസെൻഡ് ഫ്രം ആബ്ഡമൻ ടു സ്ക്രോട്ടം, ആബ്ഡമന് സ്ക്രോട്ടത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ആ കണ്ടീഷനെ നമ്മൾ ക്രിപ്റ്റോർക്കിഡിസം എന്ന് വിളിച്ചു. ഇനി ഈ സ്പെർമറ്റിക് കോഡ് എടുത്തു നോക്കിയാൽ ഈ സ്പെർമറ്റിക് കോഡിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ സ്ട്രക്ചറിൽ ക്രിമാസ്റ്റിക് മസിൽ ഉണ്ട്. അതായത് ഈ ക്രിമാസ്റ്റിക് മസിലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ക്രിമാസ്റ്റിക് മസിൽ അലോങ് വിത്ത് ദ ഡാർട്ടോസ് മസിലിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് അവര് ബോഡി, ഈ സ്ക്രോട്ടം എന്ന് പറഞ്ഞ പൗച്ചിന് ബോഡീന്റെ ടുവേർഡ്സ് അല്ലെങ്കിൽ അവേ ഫ്രം ദ ബോഡി മൂവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് ഈ ക്രിമാസ്റ്റിക് മസിലിന്റെ അലോങ് വിത്ത് ഡാർട്ടോസ് മസിൽ. ആൻഡ് വിന്ററിൽ എന്താ പറ്റുക? നമുക്കറിയാം ഓൾറെഡി പുറത്ത് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോ വിന്റേഴ്സില് they bring scrotum towards the body and summersല് away from the body. Cremastic muscle along with dartos muscle എന്താണ് ചെയ്യുക? വിന്ററിലും സമ്മറിലും എടുത്തു നോക്കിയാല് വിന്ററില് they bring scrotum towards the body and summerല് away from body. ഇനി ഇത് എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഇനി നമ്മൾ ടെസ്റ്റിസിന്റെ ഉള്ളിലേക്ക് കടക്കാണ്. ഉള്ളിലേക്ക് എങ്ങനെയാന്ന് നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു, ഏത്? ടെസ്റ്റിസ് സ്ക്രോട്ടത്തിനുള്ളിലാണ് ലൊക്കേറ്റഡ്. ആൻഡ് ഈ ടെസ്റ്റിസിന്റെ നമ്മുടെ സ്ട്രക്ചർ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടെസ്റ്റിസിന് കുറച്ച് ലേയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ലേയേഴ്സ് ഓഫ് ടെസ്റ്റിസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ടെസ്റ്റിന്റെ ലേയേഴ്സ് പറയുകയാണെങ്കിൽ ട്യൂണിക്ക, vaginalis, tunica, albuginea, and finally tunica vasculosa. And ഈ ട്യൂണിക്ക വജൈനാലിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ അഗൈൻ 2 ലേയേഴ്സ് ആണ് അവര്. ഏതൊക്കെ? ഒന്ന് വിസറൽ ലെയർ, ഒന്ന് പെറൈറ്റൽ. പുറത്തത്തെ ലെയർ പെറൈറ്റൽ. ആ പി വെച്ചാലേക്ക് P4 പുറത്തുള്ള ലെയർ പെറൈറ്റൽ
ആൻഡ് വിസറൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻസൈഡ് ഉള്ളിലത്തെ ലേയേഴ്സ്. അപ്പൊ 3 ലേയേഴ്സ് ആയി. ആൻഡ് നമ്മൾ സ്ട്രക്ചർ വരക്കുമ്പോൾ നമുക്കറിയാം ഈ ടെസ്റ്റിസിൽ സ്പെർമറ്റോജനസിസ് നടക്കുന്നത് ആ സ്ട്രക്ചറിന്റെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ആ സെമിനിഫറസ് ട്യൂബ്യൂൾ ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ആൻഡ് ഈ എൻഡിലെ സ്ട്രക്ചർ ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂള് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് പോകുന്നത്, ആ കണക്ട് ചെയ്ത് പോകുന്ന സ്ട്രക്ചറിനെ നമ്മൾ ട്യൂബ്യൂലൈ റെക്ടൈ എന്ന് വിളിച്ചു. ആൻഡ് ഈ കണക്ട് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും? കണക്ട് ചെയ്ത് ഇവര് റീറ്റേ ടെസ്റ്റിസിലേക്ക് പോകും. ആദ്യം ഡയഗ്രാം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏത് കണക്ടിങ് ചാനൽസിനെ നമ്മൾ റീറ്റേ ടെസ്റ്റിസ് എന്ന് വിളിച്ചിരുന്നു. റീറ്റേ ടെസ്റ്റിസ് എത്തി. ആൻഡ് ഈ റീറ്റേ ടെസ്റ്റിസിൽ നിന്ന് അവര് ചില കണക്ഷൻസ് വഴി അഗൈൻ എങ്ങോട്ടേക്ക് എത്തും? എപ്പിഡിഡൈമിസിലേക്ക് എത്തും. ഇതെന്താണ്? ഇത് വാസ എഫറൻഷ്യ, അതായത് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് എപ്പിഡിഡൈമിസ്. ആൻഡ് ഈ എപ്പിഡിഡൈമിസിന് 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെ? പാർട്ട് വൈസ് എടുത്ത് നോക്കിയാൽ ഈ മേലത്തെ ഒരു പാർട്ട്, പിന്നെ അതിന്റെ ബോഡി വരുന്ന ഒരു പാർട്ടും, ഫൈനലി എൻഡ് അല്ലെങ്കിൽ ടെയിൽ വരുന്ന ഒരു പാർട്ടും. ഇത് ഏതൊക്കെയാണ്? മേലത്തതിനെ ക്യാപ്യൂട്ട്, ഹെഡിനെ ക്യാപ്യൂട്ട് എന്നും, ബോഡി റീജിയനെ കോർപ്പസ് എന്നും, ആൻഡ് ടെയിൽ റീജിയനെ കോഡ എന്നും വിളിച്ചു. അതിന് 3 പാർട്സ് കണ്ടു. ആൻഡ് ഫൈനലി ഈ എപ്പിഡിഡൈമിസ് എങ്ങോട്ട് പോയി ജോയിൻ ചെയ്യും? നമുക്കറിയാം എപ്പിഡിഡൈമിസ് പോയി വാസ് ഡെഫറൻസിൽ ജോയിൻ ചെയ്യും. ഇതാണ് ഇന്റേണൽ സ്ട്രക്ചർ. അപ്പൊ സ്പെർമാറ്റോജനസിസ് നടക്കുന്ന എവിടെയാ? ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ സ്പെർമാറ്റോജനസിസ് നടന്ന് ട്യൂബുലൈ റെക്ടൈ വഴി റീറ്റേ ടെസ്റ്റിസിലെത്തും. ആൻഡ് വാസ എഫറൻഷ്യ വഴി എപ്പിഡിഡൈമിസിലേക്ക് എത്തി. എപ്പിഡൈമിസിൽ കുറച്ചിടം സ്റ്റോർഡ് ആയി. ആൻഡ് ഫൈനലി ട്രാൻസ്ഫർ ഓഫ് സ്പെർം എങ്ങോട്ട് ഇതിൽ കൂടി നടക്കും? വാസ് ഡെഫറൻസിലെ കൂടി ഫൈനലി പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്ത് പോകും ത്രൂ യൂറിത്ര. അപ്പോ ഈ സെമിനിഫറസ് ട്യൂബ്യൂള് ഏതിലാണ്? കുറച്ച് ലോബ്യൂൾസിലാണ് ഉള്ളത്. ആൻഡ് അതിന് നമ്മൾ എങ്ങനെ വരക്കും? ഇങ്ങനെ കുറച്ച് ലോബ്യൂൾസ് പോലത്തെ സ്ട്രക്ചറിലാണ് കാണാൻ പറ്റുക. ഇതാണ് എന്ത്? നമ്മുടെ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ആൻഡ് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ എത്രയായിരിക്കും? ഓരോ ലോബ്യൂളിലും 2 to 3 ഉണ്ടാവും. 2 to 3 ഇൻ നമ്പേഴ്സ് പെർ ലോബ്യൂൾ. ഇത്രയും സെമിനിഫറസ് ട്യൂബ്യൂൾ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളിലും ഉണ്ടാവും. ആൻഡ് ഫൈനലി ഈ ഔട്ടർ കവറിനെ, ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂളിന്റെ ഔട്ടർ കവറിനെ നമ്മൾ ഓൾറെഡി വിളിച്ചിരുന്നു ഇതിന്റെ ആൽബുജീനിയ സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യും. വാസ്കുലോസ സപ്ലൈ ചെയ്യുന്ന കുറച്ച് ഇന്റേണൽ സ്ട്രക്ചറും ആൻഡ് ഔട്ടർ മോസ്റ്റ് ലെയർ വജൈനാലിസും ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് ഏത്? നമ്മുടെ സെക്ഷൻ ഓഫ് ടെസ്റ്റിസ്. ആൻഡ് ടെസ്റ്റിസിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പേംസ് ഉണ്ടായി വരുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് ദ ഹോൾ പാത്വേ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. ഇനി നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾ, അതായത് ഈ സ്ട്രക്ചർ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കിയാൽ നമ്മൾ എന്ത് കാണും? നമ്മളൊരു പുറത്തുനിന്ന്, അതായത് ഫസ്റ്റ് നമ്മൾ പെൽവിസിൽ നിന്ന് നോക്കുമ്പോൾ ദ ഹോൾ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടു. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? നമ്മൾ സ്ക്രോട്ടത്തിനുള്ളിലെ ടെസ്റ്റിസിൽ നിന്നുകൊണ്ടാണ്, ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിൽ കയറി നോക്കുകയാണ്, അവിടെ സ്പേം എങ്ങനെയാണ് ഫൈനലി ഉണ്ടായി വരുന്നത്. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ വരക്കാണെങ്കിൽ ഇത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില് ഫസ്റ്റ് എന്താണ്? അവർക്ക് എല്ലാ സ്ട്രക്ചറിനും ഒരു എപ്പിത്തീലിയം ഉള്ളതുപോലെ ഇതിന്റെ ക്യൂബോയിഡൽ എന്തുണ്ട്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ജെർമിനൽ എപ്പിത്തീലിയം ഉണ്ട്. ആൻഡ് ഇതിന്റെ ഇടക്കിടക്ക് ഒരു സ്പെഷ്യൽ സെല്ല് ഉണ്ടാവും. ആ സ്പെഷ്യൽ സെല്ലിന്റെ പേരാണ് സെർട്ടോളി സെൽസ്. ഈ സെർട്ടോളി സെല്ലിന്റെ വേറെ പേര് നേഴ്സ് സെൽസ് അല്ലെങ്കിൽ സസ്റ്റന്റാക്യുലർ സെൽസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാണ് നീറ്റിന്, സെർട്ടോളി സെൽസ് ഇസ് ഓൾസോ നോൺ ആസ് സസ്റ്റന്റാക്യുലർ സെൽസ്. അല്ലെങ്കിൽ എന്ത് ചോദിക്കാണ്? സെർട്ടോളി സെല്ലിനെ റീപ്ലേസ് ചെയ്ത് സസ്റ്റന്റാക്യുലർ സെല്ലിന്റെ പേരും തന്ന അതിന്റെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് ഇത് ശരിയാണോ തെറ്റാണോ വെച്ചാൽ നമ്മൾ എന്ത് പറയും? സെർട്ടോളി സെൽ ഇസ് ഓൾസോ നോൺ ആസ് നേഴ്സ് സെൽസ് അല്ലെങ്കിൽ സസ്റ്റന്റാക്യുലർ സെൽസ്. അപ്പൊ അത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം. ആൻഡ് ഈ സ്ട്രക്ചർ ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ക്രോസ് സെക്ഷന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുന്നത്? സ്പെർമറ്റോഗോണിയ ഉണ്ടാവുന്നത്. ഇതിന്റെ ഉള്ളില് സ്പെർമറ്റോഗോണിയ ഉണ്ടാവുന്നു. ആൻഡ് ഇവര് ഫൈനലി പല സ്റ്റേജസും കഴിഞ്ഞ് എന്തുണ്ടാക്കും? സ്പേംസ് ഉണ്ടാക്കും. ഇതെന്താണ് സ്പേംസ്?
ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, ഇത് ഏതിലാണ്? ഇത് ടെസ്റ്റിക്കുലർ ലോബ്യൂളിന്റെ ഉള്ളിലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ടെസ്റ്റിക്കുലർ ഈ ഓരോ സെൽസിന്റെയും, അതായത് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ ഇത് കണ്ടത്, ഈ സെൽസിന്റെ ഇടയിൽ വേറെ കുറച്ച് സെൽസ് ഉണ്ട്. അതിന്റെ പേരാണ് ഇന്റർസ്റ്റിഷ്യൽ സെൽസ്. അതായത് നമ്മുടെ സ്പെർമറ്റോഗോണിയം സ്പേമും എല്ലാം ഉണ്ടാവുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിലെ മെയിൻ സെൽസിന്റെ ഇടയിലുള്ള, ഇത് ഒരു സെല്ലാണെങ്കിൽ ഇവിടെ അടുത്ത സെല്ലുണ്ട്, ഇവിടെ വേറെ സെല്ലുണ്ട്, ഇങ്ങനെ കുറെ സെൽസിന്റെ ആഗ്രിഗേറ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ കുറച്ച് സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? അതിനെ നമ്മൾ വിളിച്ചത് ലേഡിക് സെൽ അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഇവരുടെ ഫംഗ്ഷൻ ആണ് ടെസ്റ്റോസ്ട്രോൺ, അതായത് മെയിൽ ഹോർമോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഫങ്ഷൻസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പൊ നമ്മൾ ലേഡിക് സെൽസ് കണ്ടു, ആൻഡ് സെമിനിഫറസ് ട്യൂബ്യൂളിലെ ഓരോ സെൽസും കണ്ടു, സ്പെർമറ്റോഗോണി കണ്ടു, സെർട്ടോളി സെൽസ് കണ്ടു. ഇനി അവർ അടുത്ത ചോദിക്കാൻ പോകുന്നത് നമുക്ക് എന്തറിയുന്ന, ഈ സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ വേറെ പേരായ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നറിഷിങ് എന്തിനെ നറിഷ് ചെയ്യാൻ? ഈ സ്പേമിനെ നറിഷ് ചെയ്യുക. ആൻഡ് അവരൊരു സാധനം സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അതെന്താണ്? ഇൻഹിബിൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഇൻഹിബിൻ? അതൊരു ഹോർമോൺ ആണ്. ആ ഹോർമോണിന്റെ സെക്രീഷൻ. ആൻഡ് ആൻഡ്രജൻ ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ. ആൻഡ് ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഫൈനലി ആന്റി മുള്ളേരിയൻ ഫാക്ടർ ഉണ്ടാക്കാൻ, അതായത് ഫീമെയിൽ ജനൈറ്റേലിയ ഉണ്ടാവാണ്ടിരിക്കാൻ. മുള്ളേരിയൻ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, ആന്റി മുള്ളേരിയൻ ആന്റി ഫീമെയിൽ, അതായത് ഫീമെയിൽ ജനൈറ്റേലിയ ഉണ്ടാവാണ്ടിരിക്കാൻ അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ സെക്രീറ്റ് ചെയ്യണം ടു മെയിൻറ്റെയിൻ ദിസ് മെയിൽ സ്ട്രക്ചർ. അപ്പൊ ഈ 5 ഫങ്ഷൻസ് ആണ് സെർട്ടോളി സെൽസിന്റെ ഫങ്ഷൻസ്. നമ്മൾ സ്ട്രക്ചർ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഹോൾ പിക്ചർ മുമ്പിലേക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നമുക്കറിയാം, ഫസ്റ്റ് നമ്മുടെ എന്തുണ്ട്? സ്ക്രോട്ടം ഉണ്ട്. സ്ക്രോട്ടത്തിന്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റിസ് കണ്ടു. ടെസ്റ്റിസിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ചാനൽസ് വഴി ഫൈനലി റേറ്റഡ് ടെസ്റ്റിസ് വഴി എപ്പിഡിഡൈമിസിലെത്തും. ഇതാണ് എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസിന്ന് ഇങ്ങനെ പോയി 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 ഏതിലേക്ക് എൻട്രി ചെയ്യും? ഇവിടെ നമ്മുടെ യൂറിനറി ബ്ലാഡർ ഉണ്ട്. ഇത് യൂറിനറി ബ്ലാഡിന്റെ യൂറിത്ര. ആൻഡ് ഈ യൂറിനറി ബ്ലാഡിന്റെ അറൌണ്ട് വേറെ സാധനം കൂടി ഉണ്ട്, എന്ത്? പ്രോസ്റ്റേറ്റ്. ആൻഡ് ഇതിന്റെ താഴെ അടുത്തൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്താണ്? നമ്മൾ ആദ്യത്തെ ഡയഗ്രത്തിൽ കണ്ടിരുന്നു, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് അഥവാ കൗപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇതെന്താണ്? പ്രോസ്റ്റേറ്റ്, കോപ്പേഴ്സ് ഗ്ലാൻഡ്. ആൻഡ് യൂറിത്ര കണ്ടിന്യൂ ചെയ്ത് എങ്ങോട്ടെത്തും? ഫൈനലി പീനിസിന്റെ ഉള്ളിലെത്തും. പീനിസിന്റെ ഉള്ളിലെത്തി ഫൈനലി സ്പേം പുറത്തേക്ക് ഏത് വഴി വരും? യൂറിനോ ജനൈറ്റൽ മിയാറ്റസ്. യൂറിനോ ജനൈറ്റൽ മിയാറ്റസ് വഴി പുറത്തേക്ക് എത്തും. ആൻഡ് ഈ യൂറിത്ര ഇൻസൈഡ് ദി പീനിസിന്റെ ഉള്ളിൽ ട്രാവൽസ് ചെയ്യുന്ന യൂറിത്ര നമ്മൾ എന്ത് വിളിച്ചു? പീനൈൽ യൂറിത്ര എന്ന് വിളിച്ചു. ആൻഡ് ഈ പാർട്ട് ഓഫ് പീനിസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഗ്ലാൻസ് പീനിസ് എന്ന് വിളിച്ചു. ഇതെന്താണ്? പ്രോസ്റ്റേറ്റ് ആണ്. ഇത് കോപ്പേഴ്സ് ഗ്ലാൻഡ് ആണ്. ആൻഡ് ഇതെന്താണ്? ബ്ലാഡർ ആണ്. ആൻഡ് ഈ ബ്ലാഡറിന്റെ ഉള്ളിൽ എങ്ങോട്ട്? വാസ് ഡിഫറൻസും സെമൈനൽ വെസിക്കിളിന്റെ ഡക്റ്റും ജോയിൻ ചെയ്ത് ഒരു ഡക്ട് ഉണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് വിളിച്ചു. ആൻഡ് ഈ ഇജാക്കുലേറ്ററി ഡക്ട് ആണ് ഏതായിട്ട് വരുന്നത്? യൂറിത്ര ആയിട്ട് കമ്പൈൻ ചെയ്ത് താഴോട്ട് വരുന്നത്. ഈ സ്ട്രക്ചറിൽ മിസ്സായി പോയൊരു സാധനമാണ് എന്താണ്? സെമൈനൽ വെസിക്കിൾ. ഈ സെമൈനൽ വെസിക്കിൾ എങ്ങോട്ടാണ് ജോയിൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ വാസ് ഡിഫറൻസ് ഇങ്ങനെ വന്ന് ഒരു സെമൈനൽ വെസിക്കിൾ ഉണ്ട് ഇവിടെ. ഈ സെമൈനൽ വെസിക്കിളിന്റെ ട്യൂബുമായിട്ട് ജോയിൻ ചെയ്ത് ഫൈനലി ഒരു ഡക്ട് ആവാണ്. ഈ ഡക്റ്റിനെയാണ് നമ്മൾ ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഈ സെമൈനൽ വെസിക്കിളിന്റെ എത്ര എണ്ണം ഉണ്ട്? ബോഡിയിൽ 2 എണ്ണം ഉണ്ട്, അതായത് ഒരു പെയർ ഉണ്ട്. ആൻഡ് ഇവർ എന്തുണ്ടാക്കും?
ഫ്രക്ടോസ്. ഫ്രക്ടോസ് റിച്ച് ആണെന്ന് അറിയാം നമുക്ക് എന്ത് ഇജാക്കുലേഷൻ. അപ്പൊ ഫ്രക്ടോസ് ഉണ്ടാക്കുന്ന ആരാണ്? ഈ സെമൈനൽ വെസിക്കിൾ. കൂടെ എന്തും കൂടി ഉണ്ടാക്കും? ഇനോസിറ്റോളും കൂടി ഉണ്ടാക്കും. ആൻഡ് ഫൈബ്രിനോജൻ കൂടി ഉണ്ടാക്കാനുള്ള ശേഷി ഇവർക്ക് ഉണ്ട്. ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്? ഫസ്റ്റ് നമ്പർ എത്രയാണ്? 1 ഇൻ നമ്പർ ആണ്. ആൻഡ് അതിന്റെ സെക്രീഷൻ ആൽക്കലൈൻ ഇൻ നേച്ചർ ആണ്. ആൻഡ് കാൽഷ്യം കൂടി അവര് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലുള്ള വേറൊരു കോമ്പണന്റ് ഫൈബ്രിനോലൈസിൻ. ഇതെന്താണ്? സെക്രീറ്ററി സാധനങ്ങൾ ഇൻസൈഡ് ദി ഹോൾ സ്ട്രക്ചർ. അത് നമ്മൾ സെമൈനൽ വെസിക്കിൾ കണ്ടു, അടുത്ത പ്രോസ്റ്റേറ്റ് കണ്ടു. ഇനി ഫൈനലി നമ്മളിപ്പോ ജസ്റ്റ് കണ്ട ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ കോപ്പേഴ്സ് ഗ്ലാൻഡ്. അത് എത്ര എണ്ണം ഉണ്ട്? ഈ ഡയഗ്രം കണ്ട് തെറ്റിപ്പോരുത്. ഒരെണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതൊരു പേരാണ്. 2 എണ്ണം ഉണ്ട്, 2 ഇൻ നമ്പർ. ആൻഡ് അവരുടെ സെക്രീഷൻ എങ്ങനെയാണ്? ആൽക്കലൈൻ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ വാട്ട്? ലൂബ്രിക്കേഷൻ ആണ് കോപ്പേഴ്സ് ഗ്ലാൻഡ് സെക്രീഷന്റെ മെയിൻ ഫങ്ഷൻ. അപ്പോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പീനിസിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ജസ്റ്റ് നോക്കാം. ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്ലി അറിഞ്ഞിരിക്കണമെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാവണം. ഫൈനലി പീനിസിന്റെ സ്ട്രക്ചർ കൂടെ പറഞ്ഞ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എൻഡ് ചെയ്യുന്നതായിരിക്കും. പീനിസിന്റെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ, അതായത് ഇതാണ് പീനിസ് എങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്ത് കട്ട് ചെയ്ത് നോക്കാണ് ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാണും? ഫ്രണ്ടിലത്തെ സൈഡ് അല്ലെങ്കിൽ വെൻട്രൽ ഇതും ഡോർസൽ ഇതും ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് മുന്നിലത്തെ സൈഡിൽ എന്തുണ്ട്? നമുക്കറിയാം യൂറിത്രൽ ഓപ്പണിംഗ് ഉണ്ട്. ആൻഡ് ഈ യൂറിത്രൽ ഓപ്പണിങ്ങിനെ കവേർഡ് ചെയ്തൊരു മസിൽ ഉണ്ട്. അതിന്റെ പേരാണ് കോർപ്പസ് സ്പോഞ്ചിയോസം. ആൻഡ് അതിന്റെ ബാക്കില് ഡോർസൽ സൈഡില് വേറെ ഒരു പെയർ ഓഫ് മസിൽ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? കോർപ്പസ് കാവർനോസം. നമുക്കറിയാം പീനിസിന്റെ മെയിൻ ഫങ്ഷൻ ഹെൽപ്സ് ഇൻ കോപ്യുലേഷൻ. അതായത് എങ്ങനെ ഈ സ്പെർമിനെ മെയിൽ ബോഡിയിൽ നിന്ന് ഫീമെയിൽ ബോഡിയിലേക്ക് ഫൈനലി കണ്ടക്ട് ചെയ്ത് കോപ്പുലേറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പീനിസ്. ആൻഡ് പീനിസിന്റെ ടിപ്പിനെ നമ്മൾ എന്ത് വിളിച്ചു? ഗ്ലാൻസ് പീനിസ് എന്ന് വിളിച്ചു. ആൻഡ് പീനിസിന്റെ ടിപ്പില് നമ്മൾ വിളിച്ചത് ഗ്ലാൻസ് പീനിസ് എന്നാണ്. ആൻഡ് ഈ ഫോൾഡ് ഓഫ് സ്കിന്നിന് നമ്മൾ എന്ത് വിളിച്ചു? ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രപ്യൂസ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ടേം തന്നാൽ ഈ ടേം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് എക്സാമിന്റെ സമയത്ത് കിട്ടില്ല. അപ്പൊ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്തിരിക്കണം. എന്ത്? ടിപ്പിനെ ഗ്ലാൻസ് പീനിസ് എന്ന് വിളിച്ചു. അതിൽ ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതിന് നമ്മൾ ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രപ്യൂസ് എന്ന് വിളിച്ചു. ആൻഡ് ഇവിടെ ഒരു ഗ്ലാൻഡും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്ലാൻഡ് എന്താണ്? പ്രപ്യൂഷ്യൽ അല്ലെങ്കിൽ തൈസൺ ഗ്ലാൻഡ് എന്ന് നമ്മൾ തന്നെ വിളിച്ചു. ഈ ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രപ്യൂസിൽ കാണുന്ന ഗ്ലാൻഡിനെ പ്രപ്യൂഷ്യൽ ഗ്ലാൻഡ് എന്ന് വിളിച്ചു. ആൻഡ് അതിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാല് സ്മെഗ്മ എന്ന് പറഞ്ഞ സെക്രീഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഫങ്ഷൻ. ഇനി ഈ പീനിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ നമുക്ക് ആനിമൽസിലൊക്കെ കാണാൻ പറ്റും. കോപ്പുലേഷൻ നടക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ പീനിസിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ആ ഫങ്ഷനെ കട്ട് ചെയ്ത് മാറ്റുന്നതിന്റെ അല്ലെങ്കിൽ സർക്കംസിഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ കാസ്ട്രേഷൻ എന്ന് വിളിക്കും. ആ രണ്ട് ടേമിന്റെയും ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഈ ഫോർ സ്കിന്നെ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ സർക്കംസിഷൻ എന്ന് വിളിക്കും. ആൻഡ് ഈ പീനിസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നത് നമ്മൾ കാസ്ട്രേഷൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മളിപ്പോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഈ കംപ്ലീറ്റ്ലി പറയുന്ന സാധനങ്ങളൊക്കെ ഈ ടെക്സ്റ്റിലുള്ളൂ. ഇത് കുറച്ചും കൂടി വിഷ്വൽ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. എങ്ങനെ സെക്ഷനിൽ കുറെ സെൽസ്, ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇതിന്റെ നടുക്ക് എന്തുണ്ട്? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലീഡിക് സെൽസ് ആണ് ഇവിടെ കാണാൻ പറ്റുക. വിച്ച് സെക്രീറ്റ്സ് ടെസ്റ്റോസ്ട്രോൺ. ആൻഡ് ഇവിടെ ഈ ഗ്യാപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? നമുക്ക് സ്പെർമറ്റോഗോണിയം കാണാൻ പറ്റും, സ്പെർമറ്റോസോവ കാണാൻ പറ്റും. ആൻഡ് നടുക്ക് സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നേഴ്സ് സെൽസ് അല്ലെങ്കിൽ സസ്റ്റന്റാക്യുലർ സെൽസ് കാണാൻ പറ്റും. ആൻഡ് പീനിസ് എന്താണ്? എക്സ്റ്റേണൽ ജെനൈറ്റേലിയാണ്. സ്പെഷ്യൽ ടിഷ്യൂ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് ഹെൽപ്സ് ഇൻ ഇറക്ഷൻ ഓഫ് പീനിസ് ടു ഫെസിലിറ്റേറ്റ് ഏത് ഫംഗ്ഷൻ? ഇൻസെമിനേഷൻ. ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു എന്തായിരുന്നു ഇൻസെമിനേഷൻ.
ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമിറ്റ്സ് അഥവാ സ്പേംസ് ടു ദി ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട്. ആൻഡ് ഈ എൻഡ് ഓഫ് പീനിസിന്റെ ടിപ്പിനെ വിച്ച് ഇസ് എൻലാർജ്ഡ്, അത് നമ്മൾ ഗ്ലാൻസ് പീനിസ് എന്ന് വിളിച്ചു, വിച്ച് ഇസ് കവേർഡ് ബൈ എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ, ഫോർ സ്കിൻ അല്ലെങ്കിൽ prepuce, which has prepucial glands അല്ലെങ്കിൽ ടൈസൺ glands which secretes smegma. And മെയിൽ ആക്സറി ഗ്ലാൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു സൈഡിൽ. എന്താണ്? ഒരു പെയർഡ് സെമൈനൽ വെസിക്കിൾസും ഒരു സിംഗിൾ പ്രോസ്റ്റേറ്റും പെയർഡ് ബൾബോയൂറിറ്റിലും. ഇതിൽ സിംഗിൾ ആര് മാത്രമേ ഉള്ളൂ? പ്രോസ്റ്റേറ്റ് മാത്രമാണ് സിംഗിൾ, ബാക്കി രണ്ടെണ്ണം പെയർഡ് ആണ്. ആൻഡ് ഇവരുടെ മൂന്നെണ്ണത്തിന്റെ സെക്രീഷനെ കൂട്ടി നമ്മൾ അതിനെ എന്ത് വിളിച്ചു? സെമൈനൽ പ്ലാസ്മ എന്ന് വിളിച്ചു, വിച്ച് ഇസ് റിച്ച് ഇൻ ഫ്രക്ടോസ്. ഞാൻ ചോദിക്കട്ടെ, ഈ സെമൈനൽ പ്ലാസ്മയിലെ ഫ്രക്ടോസ് കോമ്പണന്റ് ആരാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ഡിസ്കഷന്റെ സമയത്ത് പറഞ്ഞിരുന്നു ഫ്രക്ടോസ് ഏതിൽ നിന്ന് വന്നാണ്? ഫ്രക്ടോസ് സെമൈനൽ വെസിക്കിളും ഉണ്ട്, സെമൈനൽ വെസിക്കിളിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് കാൽഷ്യം കോമ്പണന്റ് ഏതിൽ നിന്ന് വരുന്നതാണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ് കാൽഷ്യത്തിന്റെ കോമ്പണന്റ് വരുന്നത്. ആൻഡ് ചില എൻസൈംസും ഉണ്ടാവും. ആൻഡ് ബൾബോയൂറിത്രൽ ഗ്ലാൻസിന്റെ സെക്രീഷൻ ഫൈനലി എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ലൂബ്രിക്കേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ കണ്ടു? സെമൈനിഫറസ് ട്യൂബ്യൂൾ, ഏത് ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളിലും 1 to 3 seminiferous tubule ഉണ്ട്. ആൻഡ് ഈച്ച് seminiferous tubule is lined by 2 types of cells. അതെന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. മെയിൽ ജേം സെൽ, അതായത് സ്പെർമറ്റോഗോണിയ, അതിന്റെ ഇടക്ക് സെർട്ടോളി സെൽസും ഉണ്ടാവും. ആൻഡ് നടുക്ക് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലിഡിക് സെൽസ് ഉണ്ടാവും. ആൻഡ് മെയിൽ സെക്സ് ആക്സറി ഡക്ട്സ് എന്തൊക്കെ കണ്ടു? ഈ സ്ട്രക്ചറാണ് നമ്മൾ നേരത്തെ വരച്ചത്. എന്ത്? റീറ്റേ ടെസ്റ്റിസ്, വാസ ഡിഫറൻഷ്യ, എപ്പിഡിഡൈമസ് ആൻഡ് വാസ് ഡെഫറൻസ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ സ്ട്രക്ചറിൽ ഓൾറെഡി കണ്ടിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? ആ സ്പേമിന്റെ ഹോൾ പാത്വേ കണ്ടു. ആൻഡ് ഫൈനലി യൂറിത്രൽ മിയാറ്റസ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഓപ്പണിംഗ്. യൂറിത്രൽ മിയാറ്റസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഓപ്പണിംഗിലേക്ക് കൂടി എന്ത് വരുന്നു? നമ്മുടെ ഇജാക്കുലേഷൻ ചെയ്യുന്ന യൂറിനും വരും, ഇജാക്കുലേറ്ററി സെക്രീഷൻസും അതിന്റെ പുറത്തേക്ക് കൂടെ വരും. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫീമെയിൽ പെൽവിസിന്റെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം അറിയണം. എന്നിട്ടാണ് നമ്മൾ ഇന്റേർണലി എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ പെൽവിസിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതില് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ബാക്ക് ഏതാ ഫ്രണ്ട് ഏതാന്ന് അറിഞ്ഞിരിക്കണം. അതായത് വെൻട്രൽ ഏതാ ഡോർസൽ ഏതാ. ഇത് ഫ്രണ്ടിലുള്ള ഭാഗമാണെങ്കിൽ ഇത് ഡോർസലുള്ള ഭാഗം. ആൻഡ് ഫസ്റ്റ് നമുക്കറിയാം ഈ പ്രോമിനൻസ് നമുക്ക് പാൽപേറ്റ് ചെയ്താൽ ജസ്റ്റ് കണ്ടുപിടിക്കാവുന്നതുള്ളൂ, പ്യൂബിക് സിംഫൈസിസ്. ആൻഡ് ഈ പ്യൂബിക് സിംഫൈസിന്റെ ബാക്കിൽ എന്തുണ്ട്? യൂറിനറി ബ്ലാഡർ ഉണ്ട്. ആൻഡ് യൂറിനറി ബ്ലാഡറിന്റെ എൻഡിൽ എന്തുണ്ട്? യൂറിത്ര ഉണ്ട്. ആൻഡ് ഈ പ്യൂബിക് സിംഫൈസിന്റെ താഴെയായിട്ട് നമ്മുടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ, അതായത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വിച്ച് ഇസ് കോൾഡ് ക്ലിറ്ററിസ് ഉണ്ട്. ആൻഡ് ഈ ക്ലിറ്ററിസിന്റെ ചുറ്റും എന്തുണ്ട്? ലിപ്സ് വിച്ച് ആർ ലേബിയം മൈനോറ, ലേബിയം മജോറ ഉണ്ട്. ആൻഡ് ഫൈനലി എന്തുണ്ട്? നമ്മുടെ യൂട്രസ് ഉണ്ട്. ആൻഡ് യൂട്രസിന് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ സെർവിക്സ് കണ്ടു. സെർവിക്സിന് നെക്സ്റ്റ് പാർട്ട് വജൈന കണ്ടു. ആൻഡ് ഫൈനലി ഇതിന്റെ വജൈനൽ ഓറിഫൈസ് ഉണ്ട്. ഇത്രയും എന്താണ്? ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ ആണ്. ആൻഡ് ഇതിന്റെ ബാക്കിൽ എന്തുണ്ട്? റെക്ടം ഉണ്ട്. റെക്ടത്തിന് ഓപ്പണിംഗ് ആയ ഏനസ് ഉണ്ട്. ഫൈനലി എന്ത്? ഫീമെയിൽ പെൽവിസ്. ഫീമെയിൽ പെൽവിസിന്റെ ഓവറോൾ പിക്ചർ നമ്മൾ വരക്കാനും മനസ്സിലെപ്പോഴും അറിഞ്ഞിരിക്കണം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ മെയില് പഠിച്ച പോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആദ്യം എന്ത് പഠിക്കണം? സെക്സ് ഓർഗൻസ് പഠിക്കണം. അതിൽ എന്തൊക്കെ ഉണ്ട്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിൽ മറ്റടുത്ത് ടെസ്റ്റിസ് കണ്ട പോലെ ഇവിടെ എന്താണ്? പെയർ ഓഫ് ഓവറീസ്. ഈ ഓവറീസിന് രണ്ട് ഫംഗ്ഷൻ. മറ്റടുത്ത് കണ്ട പോലെ തന്നെ സെയിം ഗാമെറ്റ്സ് ഉണ്ടാക്കുക. ഗാമെറ്റ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ എന്ത് വിളിച്ചു? ജെനസിസ് എന്ന് വിളിച്ചു. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ ഉണ്ടാക്കാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഓവറീസ്. ഇനി
സെക്കൻഡറി സെക്സ് ഓർഗൻ എന്തൊക്കെയാന്ന് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ മെയിൽ എന്താ കണ്ടത്? ഡക്ട് കണ്ടു, ആക്സറി ഗ്ലാൻസ് കണ്ടു, പിന്നെന്ത് മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ കണ്ടു. അതേപോലെ തന്നെ ഇവിടെയും എന്തൊക്കെ ഉണ്ട്? ആദ്യം ഓവിഡക്ട് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്, പിന്നെ യൂട്രസ്, പിന്നെ സെർവിക്സ്, വൾവ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ, ഫൈനലി മെയിൽ കാണാത്തൊരു സാധനം സെക്കൻഡറി സെക്സ് ഓർഗനിൽ ഫീമെയിൽ എക്സ്ട്രാ വന്നു? മാമറി ഗ്ലാൻസും കൂടി വന്നു. അപ്പോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ സെക്സ് ഓർഗനെ കുറിച്ച് ഡിസ്കസ് ചെയ്താല് നെക്സ്റ്റ് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ. ഇന്റേണൽ സ്ട്രക്ചർ നോക്കുമ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? ഓർഗൻ വെച്ച്, അതായത് പ്രൈമറി സെക്സ് ഓർഗൻ വെച്ച്. ഇതെന്താണ്? ഓവറി. ഓവറിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമ്മൾ എന്ത് വിളിച്ചു? ഫിംബ്രിയെ. ആൻഡ് ഈ ഫിംബ്രിയെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നെക്സ്റ്റ് കാണുന്നത് ഇൻഫണ്ടിബുലം. ആൻഡ് ഇൻഫണ്ടിബുലത്തിൽ നിന്ന് ഒരു വൈഡർ പോർഷൻ, ഈ വൈഡർ പോർഷനെ നമ്മൾ ആംബ്യൂള എന്ന് വിളിച്ചു. ആൻഡ് ഈ ആംബ്യൂള കഴിഞ്ഞ് കുറച്ച് നാരോഡ് അപ്പായി. ഈ നാരോ ഡൗൺ ചെയ്തതിന് നമ്മൾ ഇസ്തമസ് എന്ന് വിളിച്ചു. ഇനി ഇസ്തമസ് ഡയറക്ട്ലി നമ്മൾ എന്തിലേക്ക് പോവാണ്? യൂട്രസിലേക്ക് എൻ്റർ ചെയ്തു. ഇതെന്താണ്? യൂട്രസ്. ഈ യൂട്രസിന് 3 പാർട്സ് ഉണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ യൂട്രസിലേക്ക് എൻ്റർ ചെയ്തു. അപ്പൊ ഈ സൈഡും കൂടെ അതേപോലെ. ഇതെന്താണ്? ഈ നാരോ ചെയ്ത പോർഷൻ ഇസ്തമസ്. ഇസ്തമസ് കഴിഞ്ഞ് കുറച്ച് പോയി ഒരു വൈഡർ പോർഷൻ, അതിന് നമ്മൾ എന്ത് വിളിച്ചു? ആംബ്യൂള എന്ന് വിളിച്ചു. ആൻഡ് ആംബ്യൂളന്ന് അഗൈൻ പോയ ഭാഗത്തിന് ഇൻഫണ്ടിബുൽ എന്ന് വിളിച്ചു. ഫൈനലി ഫിംബ്രിയെ അല്ലെങ്കിൽ കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ആൻഡ് എൻഡിൽ എന്തുണ്ട്? അഗൈൻ അപ്പുറത്തെ സൈഡിലത്തെ ഓവറി. ആൻഡ് ഇതെന്താണ്? ഈ നടുക്കിലത്തതാണ് നമ്മുടെ യൂട്രസ്. ഈ യൂട്രസിന് 3 പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് ഇതിന്റെ മേലത്തെ ഇത്രയും പാർട്ട് വിച്ച് ഇസ് ഫണ്ടസ്. ആൻഡ് ഈ നടുക്കിലത്തെ പാർട്ട് എന്താണ്? ബോഡി. ആൻഡ് ഫൈനലി നെക്സ്റ്റ് സെർവിക്സ്. അങ്ങനെ 3 പാർട്ട് കണ്ടു. ആൻഡ് യൂട്രൈൻ, ഇതെന്താണ്? നമ്മുടെ യൂട്രൈൻ വോൾ. യൂട്രൈൻ വോൾ കഴിഞ്ഞ് അടുത്ത പാത്ത് എന്തായിരിക്കും? നമ്മുടെ സെർവിക്സ് കഴിഞ്ഞ് വജൈന. ആൻഡ് ഫൈനലി ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ. ഇത്രയും കാര്യങ്ങളാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൻ സാധനം. ആൻഡ് ഇതിൽ ഫെലോപ്പിയൻ ട്യൂബ് എത്ര വരും? നമുക്കറിയാം ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട് വിച്ച് ഇസ് എ സൈറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഇതെന്താണ്? ഇത്രയാണ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിലാണ് ഇൻഫണ്ടിബുലം, ഫിംബ്രിയ ഒക്കെ ഉള്ളത്. ആൻഡ് നമുക്കറിയാം ഈ ഫെലോപ്പിയൻ ട്യൂബില് ഇവിടെ നിന്നുണ്ടാവുന്ന ഓവം എങ്ങോട്ട് വരുന്നു? ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അതായത് ഫിംബ്രിയെ കാച്ചപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും. പക്ഷെ നമുക്കറിയാം നോൺ മോട്ടൈൽ ആണ് ഓവം. ഇവിടെ എത്തിയ ഓവം നോൺ മോട്ടൈൽ ആണ്. നോൺ മോട്ടൈൽ ആകുമ്പോൾ ഇത് എങ്ങനെ ഇവിടം വരെ വന്ന് യൂട്രൈൻ വോളിൽ ഫൈനലി ഇംപ്ലാന്റ് ആവുന്നത് എങ്ങനെയാന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഫെലോപ്പിയൻ ട്യൂബിൽ അല്ലെങ്കിൽ ഓവിഡക്റ്റില് എന്തുണ്ട്? ഇവിടെ ഓവിഡക്ട് ലൈൻഡ് ബൈ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഇതുണ്ട്. നമുക്ക് മനസ്സിലാവും ഈ എപ്പിത്തീലിയത്തിന്റെ മൂവ്മെന്റ് കാരണമാണ് നമ്മുടെ ഓവം വിച്ച് ഇസ് നോൺ മോട്ടൈൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ ഇവിടുന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് സ്പേം ഇവിടെ വരും. മോസ്റ്റ്ലി ആംബ്യൂളയിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പൊ ഇവിടെ സ്പേം എത്തും, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഓവം എത്തും, ഫെർട്ടിലൈസേഷൻ നടക്കും. ഈ സൈഗോട്ട് ഇവിടം വരെ വന്ന് ഫൈനലി യൂട്രൈൻ വോളിൽ ഇംപ്ലാന്റഡ് ആവും. അപ്പോ ഈ ഇത്രയും മൂവ്മെന്റിന് സഹായിക്കാൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഓവിഡക്റ്റിൽ എന്തുണ്ടെന്ന് കണ്ടു? നമ്മുടെ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇനി കുറച്ചും കൂടി ക്ലോസർ ലുക്കിൽ നമ്മൾ ഓവറിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓവറിയിലേക്ക് കണക്ട് ചെയ്യുന്ന കുറച്ച് ലിഗമെന്റ്സ്. ഇതെന്താണ്?
ഓവറിന്റെ സ്ട്രക്ചർ. ആൻഡ് ഇതിൻ്റെ ഉള്ളില് ഓവറിയില് ഫസ്റ്റ് ഉണ്ടാവാൻ പോകുന്നത് എന്താണ്? പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും. അതായത് ഓവത്തിന്റെ പ്രിക്കേഴ്സർ ആണ് പറയുന്നത്. ഓവം ഫൈനലി എങ്ങനെയാണ് ഉണ്ടാവുക, അതിന് മുമ്പ് വേറെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും. ഈ പ്രൈമറി ഫോളിക്കിള് പിന്നെ പ്രോഗ്രസ് ചെയ്ത് എന്താവും? സെക്കൻഡറി ഫോളിക്കിൾ ആവും. ആൻഡ് സെക്കൻഡറി ഫോളിക്കിൾ കുറച്ചും കൂടി പ്രോഗ്രസ് ചെയ്ത് ഒരു ആൻഡ്രം എന്ന് പറയുന്ന ഗ്യാപ്പ് എല്ലാം ഫോം ചെയ്ത് എന്താവും? പ്രോഗ്രസ് ചെയ്ത് ടേഴ്സറി ഫോളിക്കിൾ ആവും. ആൻഡ് ടേഴ്സറി ഫോളിക്കിൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളെ മെച്ചോർ ഗ്രാഫിയൻ ഫോളിക്കിൾ. ആൻഡ് ഓവുലേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഗ്രാഫിയൻ ഫോളിക്കിള് ഡിസ്ട്രപ്റ്റ് അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ എന്ത് റിലീസാവും? നമ്മുടെ ഓവം റിലീസാവും. ഈ സ്റ്റേജിൽ വെച്ചാണ് ഓവ്യുലേഷൻ നടക്കുന്നത്. ആൻഡ് ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് ബാക്കിയുള്ള റെമനൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം കുറച്ച് കഴിയുമ്പോ പിന്നെയും റീജനറേറ്റ് ചെയ്ത് എന്താവും? കോർപ്പസ് ആൽബിക്കൻസ് ആവും. അപ്പോ ഇത്രയാണ് നമ്മുടെ ആ ഓവത്തിന്റെ ഫ്രം വൺ സ്ട്രക്ചർ ടു ദി അതർ ഓവം എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്ത് വരുന്നത് വിത്തിൻ ദി ഓവറി. ആൻഡ് നമുക്കറിയാം ഈ നടുക്കുള്ള ഈ പാർട്ട്, ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്ട്രോമ എന്ന് വിളിച്ചു. ആൻഡ് ഈ സ്ട്രോമയിൽ എന്താണ്? ഒരു എല്ലാ സ്ട്രക്ചറിലും കാണുന്ന പോലെ തന്നെ ഒരു പെരിഫറൽ കോർട്ടെക്സ് ഉണ്ട്. ആൻഡ് ഇന്നർ മെഡ്യൂള ഉണ്ട്. ഈ പെരിഫറൽ കോർട്ടെക്സിലാണ് നമ്മുടെ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഡെവലപ്മെന്റ് കാണാൻ പറ്റുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഓവറിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നമുക്ക് ഇതിപ്പോ നമ്മൾ ഓവറിനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ യൂട്രസിലേക്ക് വരികയാണെങ്കിൽ യൂട്രസിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് എന്തിനു വിളിച്ചു? അപ്പർ പാർട്ട് ഫണ്ടസ്, മിഡിൽ ബോഡി ആൻഡ് ഫൈനലി സെർവിക്സ് എന്ന തേർഡ് പാർട്ട് കണ്ടു. ഇനി നമ്മൾ യൂട്രൈൻ വാൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ യൂട്രൈൻ വാളില് ആക്ച്വലി 3 ലേയേഴ്സ് ഉണ്ട്. യൂട്രൈൻ വാളില് 3 ലേയേഴ്സ്. ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പെരിമെട്രിയം എന്ന് വിളിച്ചു. ആൻഡ് സെക്കൻഡ് ലെയർ അതായത് ഇന്നർ ടു ദി പെരിമെട്രിയം എന്തുണ്ട്? മയോമെട്രിയം. അവിടെ എന്താണ്? നമ്മുടെ മസ്കുലർ ലെയർ ആണ്, സ്മൂത്ത് മസിൽസ് കാണുന്ന ലെയർ ആണ് മയോമെട്രിയം. ആൻഡ് ഫൈനലി ഏറ്റവും ഉള്ളില് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയമാണ് ഷെഡിങ്ങും റീജനറേഷനും ഗ്രോത്തും പ്രഗ്നൻസിനനുസരിച്ച് ന്യൂട്രീഷൻ റിക്വയർമെന്റ്സിന് വേണ്ടി ടെമ്പററി തിക്നെസ്സും എല്ലാം ഉണ്ടാകുന്നത് ഈ എൻഡോമെട്രിയത്തിലാണ്. എൻഡോമെട്രിയത്തിന്റെ പ്രത്യേകത അത് വാസ്കുലർ ആണ് ആൻഡ് ഗ്ലാൻഡുലാറും കൂടിയാണ്. ആൻഡ് ഇത്രയും യൂട്രൈൻ വാളിനെ കുറിച്ച് പറയാം. ഇനി സെർവിക്സിലേക്ക് വരികയാണെങ്കിൽ സെർവിക്സ് എന്താണ്? നാരോ പാർട്ട് ഓഫ് യൂട്രസ്. അതായത് ഫണ്ടസും ബോഡിയും കഴിഞ്ഞ് കുറച്ച് നാരോ ഡൗൺ ചെയ്യുന്ന പാർട്ടിൽ നമ്മൾ യൂട്രസ് എന്ന് വിളിച്ചു. യൂട്രസ് എന്നല്ല സെർവിക്സ് എന്ന് വിളിച്ചു. ആൻഡ് സെർവിക്സ് കഴിഞ്ഞ് എന്ത് കണ്ടു? വജൈന കണ്ടു. ഈ വജൈനയിൽ ആകെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ലൈൻഡ് ബൈ വാട്ട്? ലൈൻഡ് വജൈന എന്ത് വെച്ചാണ് ലൈൻ ചെയ്തിരിക്കുന്നത്? സ്ട്രാറ്റിഫൈഡ് കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ട്രാറ്റിഫൈഡ് നോൺ കെരാറ്റിനൈസ്ഡ്. നമുക്കറിയാം കെരാറ്റിൻ മോസ്റ്റ്ലി ഔട്ട്സൈഡ് ദ ബോഡിയാണ് കാണുന്നത്. ബോഡിന്റെ ഇൻസൈഡിൽ നമ്മൾ കെരാറ്റിനൈസ്ഡ് കാണാനല്ല. അപ്പൊ വജൈന എന്താണ്? സ്ട്രാറ്റിഫൈഡ് നോൺ കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ആൻഡ് മെയില് നമ്മൾ കോപ്പുലേഷൻ എവിടെയാണ്? കോപ്പുലേറ്ററി കനാല് പീനിസിന്റെ ഉള്ളിലായിരുന്നു. പക്ഷെ ഇവിടെ വെജൈനൽ കനാലാണ് കോപ്പുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് നമുക്കറിയാം ഈ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയന്റെ പുറത്ത് ഒരു ചെറിയൊരു കവർ പോലെ എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ നമ്മൾ ഹൈമൻ എന്ന് വിളിച്ചു. ആൻഡ് ഈ ഹൈമന്റെ പ്രസൻസോ ആബ്സെൻസോ ഇസ് നോട്ട് റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി.
കാരണം എന്താ, സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് മാത്രമല്ല ചില വിഗറസ് എക്സസൈസിന്റെ സമയത്തും ഈ ഹൈമൻ പൊട്ടിപ്പോവാറുണ്ട്. അപ്പൊ ഈ ഹൈമൻ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ള ബേസിസിൽ നമുക്ക് വെർജിൻ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് നമുക്കറിയാം ഇതിന്റെ ബ്രേക്കേജ് എപ്പോഴൊക്കെയാ നടക്കുക, സെക്ഷൽ കോണ്ടാക്ടിന്റെ സമയത്ത് നടക്കാം, ഹോഴ്സ് റൈഡിങ്ങിന്റെ സമയത്ത് നടക്കാം, ജോൾട്ടിന്റെ സമയത്ത് നടക്കാം, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് ടാമ്പൺസ് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ കപ്സ് ഓർ ഈവൻ സൈക്ലിങ്ങിന്റെ സമയത്ത് വരെ ഈ ഹൈമിന്റെ ബ്രേക്കേജ് നടത്താം. അപ്പോ അതെന്താണ്, നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. അതെന്താണ്, നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ആണ്. കാരണം എന്താ, അതിന്റെ ബ്രേക്കേജ് പല കേസസിലും നോട്ട് ഓൺലി സെക്ഷുവൽ കോണ്ടാക്ട്, ബാക്കി പല കേസിലും നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മള് എക്സ്റ്റേണൽ ഇപ്പൊ എന്തൊക്കെ കണ്ടു, നമ്മള് ഫീമെയിൽ പെൽവിസ് കണ്ടു നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോ ഓവറി, ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, വജൈന, ഇത്രയും സാധനങ്ങൾ കണ്ടു. ഇനി നമ്മള് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റീലിയ കാണാൻ പോവാണ്. എക്സ്റ്റേണൽ ജെനൈറ്റീലിയ കാണാൻ പോവാണെങ്കിൽ ഇത് വെൻട്രൽ അല്ലെങ്കിൽ ആന്റീരിയർ മോസ്റ്റ്, ഇത് ഡോർസൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കാണാൻ പറ്റുന്നത് എന്താ, നമ്മുടെ ഹെയറി റീജിയൻ, അതിനെ നമ്മൾ എന്ത് വിളിച്ചു, മോൺസ് പ്യൂബിസ് എന്ന് വിളിച്ചു. ആൻഡ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് നമ്മൾ ആന്റീരിയർ പാർട്ട് മാർക്ക് ചെയ്ത് വിത്ത് മോൺസ് പ്യൂബിസ്. നമ്മൾ പോസ്റ്റീരിയർ പാർട്ട് മാർക്ക് ചെയ്യാണ് വിത്ത് ഇതെന്താണ്, ഏനസ്. ഇനി ഈ ഏനസിന്റെയും നമ്മുടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റീലിയന്റെ ഓപ്പണിങ്ങിന്റെയും നടുക്ക് ഉള്ള പോർഷനെ നമ്മൾ എന്ത് വിളിച്ചു, പെരിനിയം എന്ന് വിളിച്ചു. ആൻഡ് അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതെന്താണ്, ഇതാണ് നമ്മുടെ ലേബിയ മെജോറ. ആൻഡ് അതിന്റെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചർ ഇന്നർ പാർട്ടിനെ നമ്മൾ എന്ത് വിളിച്ചു, ലേബിയ മൈനോറ എന്ന് വിളിച്ചു. അതിന്റെ ഉള്ളില് 2 ഓപ്പണിങ്സ് ആണ് ആക്ച്വലി ഉള്ളത്. ഇതില് വെൻട്രൽ മോസ്റ്റ് ഓപ്പണിങ്ങിന് എന്താണ്, യൂറിത്രൽ ഓപ്പണിങ്, പുറകിലത്തേന് വജൈന, ആൻഡ് ഈ നടുക്കിലത്തെ റീജിയന് വെസ്റ്റിബ്യൂൾ വിളിച്ചു. ആൻഡ് ഒരു പ്രത്യേകതയുണ്ട്, ഈ വജൈനൽ കനാലിന്റെ 2 സൈഡിലും ഐദർ സൈഡ്സിലും ഇതേപോലെ വജൈനൽ കനാലിന്റെ ഐദർ സൈഡ്സിലും എന്തുണ്ട്, ഒരു ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ആണ്. നമ്മൾ മെയിലില് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് കണ്ടതുപോലെ വിച്ച് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. ഫീമെയിൽ എന്താണ്, Bartholin's gland which helps in lubrication. അപ്പൊ ഇതെന്താണ്, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ. എന്തോ കണ്ടു, ആന്റീരിയർ മോസ്റ്റ് നമ്മൾ മോൺസ് പ്യൂബിസ് വെച്ചും ബാക്കിൽ ഏനസും വരച്ചു കഴിഞ്ഞാല് നമ്മൾ നെക്സ്റ്റ് ഏനസിന്റെ ഫ്രണ്ടില് ബിറ്റ്വീൻ ദ ഓപ്പണിംഗ് ആൻഡ് ദി ഏനസ് പെരീനിയം കണ്ടു. ആൻഡ് ഓപ്പണിങ്ങിനെ കവേർഡ് ആയി ലേബിയ മെജോറ, ലേബിയ മൈനോറ, ആൻഡ് അതിന്റെ ഉള്ളിൽ ആന്റീരിയർലി യൂറിത്രൽ ഓപ്പണിംഗ്, ബാക്കിൽ വജൈന, ആൻഡ് വജൈനന്റെ വാളിന്റെ ഐദർ സൈഡ്സിൽ എന്തുണ്ട്, ബർത്തോലിൻസ് ഗ്ലാൻഡ് കണ്ടു, ആൻഡ് വെസ്റ്റിബ്യൂളും കൂടി കണ്ടു. ഇനി ലാസ്റ്റ് മാമറി ഗ്ലാൻഡ് സ്ട്രക്ചറും കൂടി കണ്ടാല് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യും. മാമറി ഗ്ലാൻഡ് സ്ട്രക്ചർ എന്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ ഡയഗ്രം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് പുറത്ത് ഏറ്റവും അറ്റത്ത് എന്താണുള്ളത് നമുക്കറിയാം, നിപ്പിൾ ഉണ്ട്. ആൻഡ് ഇതിന്റെ ചുറ്റുമുള്ള പോർഷൻ നമ്മൾ എന്താന്ന് വിളിച്ചു, കുറച്ച് ഡാർക്കൻ ആയിട്ടുള്ള നമ്മുടെ മാമറി ഗ്ലാൻഡ് ഡാർക്കൻഡ് പോർഷന് ഏരിയോള എന്ന് വിളിച്ചു. ആൻഡ് ഇതിന്റെ ഉള്ളിലോട്ട് വരാണെങ്കിൽ എന്തുണ്ട്, ആദ്യം ലാക്ടിഫറസ് ഡക്ട് ഉണ്ട്. ഇവിടുന്ന് ലാക്ടിഫറസ് ഡക്ട് ഇങ്ങനെ വന്ന് ഫൈനലി അടുത്തത് ഒരു വൈഡർ പോർഷൻ. ഈ വൈഡർ പോർഷൻ എന്താണ്, ആംബ്യൂള. ആൻഡ് ആംബ്യൂള കഴിഞ്ഞാല് എഗെയിൻ അവര് ഒരു ഡക്ട് ഫോം ചെയ്ത്, ഏത് ഡക്ട്, മാമറി ഡക്ട് ഫോം ചെയ്ത് പോയി ഫൈനലി ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, മാമറി ലോബില് മാമറി ആൽവിയോളസ്.
മാമറി ലോബ്സ് എത്ര ഉണ്ട്? 15 to 20 ലോബ്സ് കാണാൻ പറ്റും. ഈ 15 to 20 ഉള്ളിലാണ് നമ്മുടെ ആൽവിയോളസ്. ആൻഡ് അപ്പൊ നമ്മൾ ഡയറക്ട്ലി വരച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ആദ്യം നമ്മൾ മാമറി, നമ്മൾ ടെസ്റ്റിക്കുലർ ലോബ്യൂൾ വരച്ച പോലെ തന്നെ ഇവിടെ മാമറി ലോബ്സ് വരച്ചു. ഈ ലോബ്സിന്റെ ഉള്ളിൽ എന്താണുള്ളത്? നമ്മുടെ ആൽവിയോളസ്. ഈ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചറാണ് ആൽവിയോളസ്. ഈ ആൽവിയോളസ് ജോയിൻ ചെയ്ത് എന്താവും? നമ്മുടെ മാമറി ഡക്ട് ആവും. മാമറി ഡക്ട് വന്ന് എന്താവും? കുറച്ച് വൈഡർ ആംബ്യൂള ആവും. ആൻഡ് ആംബ്യൂള ജോയിൻ ചെയ്ത് എന്താവും? ഫൈനലി ലാക്ടിഫറസ് ഡക്ട് ആവും. ലാക്ടിഫറസ് ഡക്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? നിപ്പിളിൽ കൂടി ഫൈനലി ഓപ്പൺ ചെയ്യും. ആൻഡ് ഈ ഹോൾ സ്ട്രക്ചറിന്റെ, അതായത് ബ്രസ്റ്റിന്റെ, ഇത് ഇത്രയും ബ്രസ്റ്റ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരു മസിലും കൂടി കാണാൻ പറ്റും. ഇതെന്ത് മസിലാണ്? പെക്ടോറാലിസ് മേജർ എന്ന് പറയുന്ന മസിലും കൂടി കാണാൻ പറ്റും. ആൻഡ് ഇതെന്തായിരുന്നു? മാമറി ലോബ്സ്. ലോബ്യൂളിന് തെറ്റിപ്പോരുത്, അത് മാമറി ലോബ്സ് ആണ്. അപ്പൊ ഇങ്ങനെ പെക്ടറാലിസ് മേജർ കണ്ടു. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് എന്തൊക്കെയാ നമുക്കറിയാം? എന്ത്? ഫാറ്റ് ആണ് കാണുന്നത്. എവിടെ? മാമറി ഗ്ലാൻഡിന്റെ. ആൻഡ് നമ്മുടെ മിൽക്കിന്റെ സെക്രീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആൽവിയോലസിലാണ്. ആൻഡ് ഈ ആൽവിയോലസിന് ഫൈനലി എന്തായിട്ട് വരും? മാമറി ഡക്ട്സ് വരും. ആൻഡ് അവർ ആംപ്യൂള പോയി, ഒരു വൈഡർ ആംപ്യൂള പോയി ജോയിൻ ചെയ്ത് എന്താവും? അടുത്തത് ലാക്ടിഫറസ് ഡക്ട് ആവും. ആൻഡ് ഫൈനലി നിപ്പിളിൽ ഓപ്പൺ ചെയ്യും. അപ്പോ ഇതാണ് മാമറി ഗ്ലാൻഡ് സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഫീമെയിൽ ജെനൈറ്റേലിയയിൽ, അല്ല ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെ പഠിച്ചു? ഈ സെക്ഷണൽ വ്യൂ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു. ഫീമെയിൽ പെൽവിസ് എങ്ങനെയാന്ന് കണ്ടു. ആൻഡ് മാമറി ഗ്ലാൻഡ് എങ്ങനെയാന്ന് കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഗാമറ്റോജെനസിസ് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നമ്മൾ സ്ട്രക്ചേഴ്സ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ഏത്? ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ കണ്ടു, ഓവറിന്റെ ഉള്ളിൽ എങ്ങനെയാ എന്തൊക്കെയാന്ന് കണ്ടു. ആൻഡ് അത് കൂടാണ്ട് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആസ് എ ഹോൾ കണ്ടു. ഫീമെയിൽ പെൽവിസ് കണ്ടു. ഫീമെയിൽ സെക്സ് ഓർഗൻസ് എന്തൊക്കെയാന്ന് കണ്ടു. ആൻഡ് മെയിലിലും ഇതേപോലെ എന്തൊക്കെ കണ്ടു? പീനിസ് ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത. അതിന് മുമ്പ് നമ്മൾ ആ ഹോൾ ഡക്റ്റിന്റെ പാത്വേ കണ്ടു. സ്പേംസ് എങ്ങനെ ഏതിൽ നിന്നാണ് വരിക. അതിന് മുമ്പ് നമ്മൾ എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾ കണ്ടു. ആൻഡ് ഓവറോൾ നമ്മൾ സ്ക്രോട്ടത്തിനുള്ള ടെസ്റ്റസ് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത് കണ്ടു. ആൻഡ് സ്റ്റാർട്ട് ചെയ്ത എവിടുന്നാണ്? നമ്മുടെ മെയിൽ പെൽവിസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. ലേബിളിങ്ങും എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുക, ഏതൊക്കെയാണ് അവരുടെ കോമ്പണൻസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.